ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഫോർമേഷനും അതിലെ പ്ലേയേഴ്സിൻ്റെ റോളുകളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഇതിൽ അറ്റാക്ക് ആൻഡ് ഡിഫൻസിനെ കുറിച്ചും സിസ്റ്റം വീക്ക്നെസ്സിനെ കുറിച്ചുമാണ് പറയുന്നത്. പാർട്ട് 1 കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണുക. അപ്പോൾ നമുക്ക് ആദ്യം അറ്റാക്കിലേക്ക് വരാം. സെൻട്രലിലൂടെയും വിങ്ങുകളിലൂടെയുമുള്ള അറ്റാക്കിംഗ് സ്റ്റൈൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റാക്കിംഗ് ടൈമിൽ പ്ലെയേഴ്സ് തമ്മിലുള്ള ട്രയാങ്കിൾ ഫോം ചെയ്ത് പാസിംഗ് ഓപ്ഷനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അറ്റാക്കിംഗ് സമയത്തെ ഒരു രീതി. അതേസമയം വിങ്ങർമാരും വിങ് ബാക്കും തമ്മിലുള്ള പൊസിഷണൽ ചേഞ്ചുകളും ഈ അറ്റാക്കിംഗ് സമയത്ത് നിർണായകമാകും. ഇത് എതിർ ഡിഫൻസിൽ ഉണ്ടാക്കുന്ന കൺഫ്യൂഷനും സ്പേസും ടീമിന് നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രൈക്കറും വിങ്ങർമാരും തമ്മിലുള്ള പൊസിഷണൽ ഇന്റർചേഞ്ചും അറ്റാക്കിംഗ് സമയത്ത് കൂടുതൽ എഫക്റ്റീവായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി നന്നായിരിക്കണം. പ്രീ സീസണിൽ ഇത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു. കൂടാതെ വിങ് ഓവർലോഡിങ്ങിലൂടെ അറ്റാക്കിംഗ് സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ന്യൂമറിക്കൽ അഡ്വാൻറ്റേജും ആക്രമണത്തിന്റെ വേഗതയും മൂർച്ചയും കൂട്ടും. ഇനി ഡിഫൻസിലേക്ക് വന്നാൽ ബോൾ നഷ്ടപ്പെട്ട് ഉടനെയുള്ള കൗണ്ടർ പ്രസിംഗ് ആണ് ആദ്യത്തെ നീക്കം. അതിൽ നിന്നും ബോൾ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഉടനെ തന്നെ 4-5-1 എന്ന സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഡിഫൻസീവ് രീതിയാണ് അവലംബിച്ച് കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് വിങ് ബാക്കുകൾ അറ്റാക്കിന് പോകുമ്പോൾ വിങ്ങിൽ ഒഴിച്ചിടുന്ന സ്പേസിലൂടെ വരുന്ന കൗണ്ടർ അറ്റാക്കുകളാണ്. അത് കൃത്യമായി തടയാൻ പറ്റിയാൽ വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണിത്. ഈ ഒരു ഫോർമേഷനിൽ ഇനിയും ഒരുപാട് ചേഞ്ചുകളും പുതിയ ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. എന്തായാലും അതൊക്കെ ഡ്യൂറന്റ് കപ്പ് സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കാം.